കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം നടി കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു. സുഹൃത്തായിരുന്ന ആന്റണി തട്ടിലിനെയാണ് കീർത്തി സുരേഷ് വിവാഹം ചെയ്തിരിക്കുന്നത്. 15 വർഷം നീണ്ട പ്രണയം ഇക്കഴിഞ്ഞ 12-ാം തീയതി പൂവണിയുകയായിരുന്നു. കീർത്തി അമ്മ മേനകയെ പോലെ അല്ലെങ്കിൽ ശാലിനി അജിത്തിനെ പോലെയൊക്കെ സിനിമ ഉപേക്ഷിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. നിർമ്മാതാവ് സുരേഷ് മേനോന്റെ നടി മേനകയുടെ മകളായ കീർത്തി സുരേഷ് രജനി മുരുകനിൽ ശിവകാർത്തികേയനൊപ്പം അഭിനയിച്ചതിന് ശേഷം AL വിജയ് സംവിധാനം ചെയ്ത ഇത് എന്ന മായം എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ് സിനിമയിലേക്ക് തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത്. പിന്നീട് മഹാനഗരി എന്ന ലേബലിൽ കീർത്തി ഉയർന്നു വന്നു. പ്രശസ്തിക്കൊപ്പം കീർത്തിയെ തേടി ചില ഗോസിപ്പുകളും പതിവായിരുന്നു. അത്തരത്തിൽ പലകുറി താരത്തിന്റെ വിവാഹ വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോഴും ഗോസിപ്പുകൾക്ക് പഞ്ഞമുണ്ടായില്ല. കീർത്തി അഭിനയരംഗത്ത് ഉപേക്ഷിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ അതിനുള്ള മറുപടിയാണ് വിവാഹം കഴിഞ്ഞ പാടെ തന്നെ തന്റെ ഏറ്റവും പുത്തൻ ബോളിവുഡ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിൽ കീർത്തി എത്തിയത്. കഴുത്തിൽ മഞ്ഞച്ചരൽ കോർത്ത താലിയും അണിഞ്ഞാണ് വേദിയിൽ കീർത്തി എത്തുന്നത്. ഒന്നുകൂടി മെലിഞ്ഞു സുന്ദരിയായിട്ടാണ് താരത്തിന്റെ വരവും. പ്രണയത്തിനു ഒടുവിലാണ് വിവാഹം. അദ്ദേഹം പ്രാണനാണ് എങ്കിൽ അതുപോലെ തന്നെ പ്രാണനാണ് സിനിമയും. തൽക്കാലത്തേക്ക് കീർത്തി സിനിമ ഉപേക്ഷിക്കുന്നില്ല എന്ന് കീർത്തിയുടെ മാസ് വരവിൽ നിന്ന് വ്യക്തമാണ്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ബേബി ജോൺ റിലീസിനൊരുങ്ങുകയാണ്. അറ്റ്ലി നിർമ്മിച്ച ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത് കാരിസ് ആണ്. റിലീസിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതോടെ നിർമ്മാതാക്കൾ മുംബൈയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു.